നമസ്കാരം, പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം. യുഎഇയിലെ അതീവ തന്ത്രപ്രധാന കേന്ദ്രമായ അബുദാബി ബറാക്ക ആണവ നിലയത്തിന് നേരെ ഡ്രോൺ ആക്രമണം. പ്ലാന്റിന് പുറത്തുള്ള ഇലക്ട്രിക് ജനറേറ്ററിലാണ് ഡ്രോൺ പതിച്ചത്. എന്നാൽ നിലയത്തിന്റെ പ്രധാന റിയാക്ടറുകൾ സുരക്ഷിതമാണെന്നും റേഡിയേഷൻ ഭീഷണിയില്ലെന്നും യുഎഇ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മേഖലയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ യുഎഇ നടുക്കി വീണ്ടും ഒരു ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ ലക്ഷ്യം രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയുടെ നട്ടെല്ലായ അബുദാബിയിലെ ബറാക്ക ആണവ നിലയമായിരുന്നു. അൽദഫ്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയത്തിന് പുറത്തുള്ള ഇലക്ട്രിക് ജനറേറ്ററിലാണ് ഞായറാഴ്ച ഡ്രോൺ പതിച്ച് തീപിടുത്തമുണ്ടായത്. എന്നാൽ ആക്രമണം ആണവ നിലയത്തിന്റെ സുരക്ഷയോ അതിന്റെ പ്രധാന സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെയോ ഒട്ടും ബാധിച്ചിട്ടില്ലെന്ന് യുഎഇയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ന്യൂക്ലിയർ റെഗുലേഷൻസ് അറിയിച്ചു. ആണവ നിലയത്തിന്റെ ഉൾഭാഗത്തെ അതീവ സുരക്ഷാ വേലിക്ക് പുറത്താണ് സംഭവം നടന്നതെന്ന് അബുദാബി മീഡിയ ഓഫീസ് വ്യക്തമാക്കി. എണ്ണവാതക പ്ലാന്റുകൾ, എയർപോർട്ടുകൾ എന്നിവയ്ക്ക് നേരത്തെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും യുഎഇയിൽ ഒരു ആണവ നിലയത്തിന് തൊട്ടടുത്തേക്ക് ഡ്രോൺ പതിയുന്നത് ഇതാദ്യമായിട്ടാണ്. യുഎഇക്ക് ആവശ്യമുള്ള ആകെ വൈദ്യുതിയുടെ 25% ഉൽപ്പാദിപ്പിക്കുന്നത് 2025 സെപ്റ്റംബറിൽ പൂർണ്ണ സജ്ജമായ ബറാക്കയിലെ ഈ 4 റിയാക്ടറുകളിൽ നിന്നാണ്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നതും നിലയത്തിലെ എല്ലാ യൂണിറ്റുകളും പതിവ് പോലെ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിലയം പ്രവർത്തിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ജനങ്ങൾ ആശ്രയിക്കണമെന്നും യുഎഇ ആവശ്യപ്പെട്ടു. മേഖലയിലെ സംഘർഷം ആണവ നിലയങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. എങ്കിലും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ വലിയൊരു ദുരന്തമാണ് യുഎഇ ഒഴിവാക്കിയത്. മേഖലയിലെ നിലവിലെ യുദ്ധ സാഹചര്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കടുക്കുന്നതിനിടെ യുഎഇയുടെ സാമ്പത്തിക ഊർജ്ജ സുരക്ഷ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ കാണുന്നത്. ഒരു ആണവ നിലയത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കയ്ക്കാണ് കാരണമായിട്ടുള്ളത്. ആക്രമണത്തെ തുടർന്ന് യുഎഇ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാക്കി. അന്താരാഷ്ട്ര തലത്തിൽ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള നീക്കങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് യുഎൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികൾ നിരീക്ഷിക്കുന്നത്. മേഖലയിലെ മറ്റു ഗൾഫ് രാജ്യങ്ങളും യുഎഇക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഎഇ ഭരണകൂടം ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. നിലവിൽ ബറാക്ക പ്ലാന്റിലെ റേഡിയേഷൻ അളവ് പൂർണ്ണമായും സുരക്ഷിതമായ നിലയിലാണെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും മേഖലയിലെ യുദ്ധ പശ്ചാത്തലത്തിൽ പ്ലാന്റിന് ചുറ്റുമുള്ള വ്യോമ സുരക്ഷാ കവചം യുഎഇ മിലിറ്ററി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നാണ് സൈബർ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത്. എണ്ണ, ഇതര ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് രാജ്യം മാറുന്നതിന്റെ പ്രധാന തൂണായ ബറാക്കയുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് അബുദാബിയിൽ നിന്നുള്ള ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന.